ക്രൈസ്തവ സഭകളോടുള്ള ബി.ജെ.പി. ആഭിമുഖ്യം രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ് ഇത്. എൽ.ഡി.എഫ് എക്കാലവും മതന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും അദ്ദേഹം ഷെക്കൈന ന്യൂസിനോട് പറഞ്ഞു. ക്രൈസ്തവ ഭവനങ്ങളിലും ബിഷപ്പ് ഹൗസിലുമൊക്കെ ആർക്കും വരാം, ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും വരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. എല്ലാവരും സൂക്ഷിക്കുക. പുലി ആട്ടുംതോലിട്ട് വീട്ടിൽ കയറിയാൽ ആട്ടുംതോല് മാറ്റി വീട്ടിൽ കിടക്കുന്നതെല്ലാം പുലി തിന്നിട്ട് പോകും. മുമ്പും പുലി മനുഷ്യനെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. അതൊക്കെ ഒരു വോട്ട് തട്ടാനുള്ള വേലകളാണ്. അത് കഴിയുമ്പോൾ ഈ മര്യാദകളൊന്നും കാണിക്കാറില്ല. ക്രിസ്തീയ പള്ളികളിലും ചർച്ചുകളിൽ പെന്തക്കോസ് ചർച്ചുകളിലൊക്കെ പത്തനംതിട്ടയിലും മറ്റുമൊക്കെ അക്രമങ്ങളൊക്കെ അഴിച്ചു വിട്ടത് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇങ്ങനെ മറവി രസവുമ്പോഴുണ്ട്. ഒന്നുമില്ല. തൽക്കാലം പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വരും, വോട്ട് പിടിക്കാൻ വേണ്ടി പല വേലകളും കാണിക്കും. ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. എൽ.ഡി.എഫിൻ്റെ നയങ്ങൾ ഇതിനെ ബാധിച്ചിട്ടുണ്ടോ എന്നാണ്? നയങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. എൽ.ഡി.എഫ് ഒന്നും ഇതിനെതിരല്ല. ഞങ്ങളെപ്പോഴും എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പദ്ധതി. കേരളത്തിൽ മതേതരത്വം നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. വർഗീയ കക്ഷിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് മതേതരത്വം നിലനിർത്തണം. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാവരും ദളിതരും എല്ലാവരും ഒരു സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ചിന്തയുള്ളവരാണ് ഇടതുപക്ഷക്കാർ. ക്രൈസ്തവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതിലൊരു പരിശോധന ഉണ്ടാവുമോ? അല്ല, ആശങ്ക ഞങ്ങളെ സംബന്ധിച്ച് ക്രൈസ്തവർക്കെന്നല്ല ഒരാൾക്കും ആശങ്ക ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യാറില്ല. പിന്നെ ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കും. കാരണം ഇന്ത്യ എല്ലാവരുടെയും കൂടിയാണ്. അവിടെ പ്രത്യേക ഒരു സമുദായത്തിൻ്റെ ഒരു ജാതിയുടെയാണ് ഇന്ത്യ എന്ന് പ്രചരിപ്പിക്കുന്നവരുമായി യാതൊരു വിധത്തിലും സഹകരിക്കത്തില്ല. അതിനെ ഞങ്ങൾ എതിർക്കും. ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാരുടെ നാട്. അതിനകത്ത് ജാതിയോ മതമോ ഇല്ല. ഇന്ത്യ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി ഞങ്ങൾ ആരിനി വന്നാലും ഞങ്ങൾ എതിർക്കും. ഞങ്ങളെ സംബന്ധിച്ച് നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഇവിടെ എല്ലാവർക്കും പ്രാർത്ഥനാ സ്വാതന്ത്ര്യമുണ്ട്, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോരാടും.